ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നന്നായി പഴുത്ത റോബസ്റ്റിൻ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് പഴം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം കോഴിമുട്ടയുടെ അളവ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇനി ഈ പഴവും കോഴിമുട്ടയും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം പഴം നല്ലപോലെ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം കോഴിമുട്ടയിലേക്ക് നല്ലപോലെ തന്നെ ഈ ഒരു പഴം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു പഴം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു പഴത്തിൻ്റെ നേർപകുതിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നാലാണ് നമുക്കിത് എളുപ്പത്തിലൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ ഒരു പഴത്തിൻ്റെ നേർപകുതിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ പഴവും കോഴിമുട്ടയൊക്കെ നല്ലപോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നന്നായി പഴുത്ത ഒരു റോബസ്റ്റിൻ പഴമാണ്. അതും ഈ ഒരു മൈദൻ്റെ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉപ്പും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളും തരികളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഒരുപാട് കട്ടിയാവാതെ ലേശം ഒന്ന് ലൂസിൽ വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഈ ഒരു ലൂസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കോഴിമുട്ടയും പഴവും പഞ്ചസാരയൊക്കെ കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ മൊത്തത്തിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ തിക്കിലാക്കി കൊടുക്കരുത്, എന്നാലും കുറച്ച് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേറൊരു ബ്രെഡ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ വേണം എല്ലാതും ആക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ബ്രെഡിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കോൺ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒന്നിൽ തന്നെ 4 പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒലിച്ചിറങ്ങുന്ന രീതിയിലാക്കി കൊടുക്കരുത്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ മൈദയും പഴവും കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നല്ലപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിത് നേരെ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ഒരുപാട് എണ്ണ ഇല്ലാതെ നമ്മൾ കുറച്ച് എണ്ണയിലൊന്ന് ചുട്ടെടുക്കില്ലേ, നമ്മൾ വറുത്തെടുക്കുന്ന രീതിയിൽ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ എണ്ണ നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇതുപോലെ മൈദയിൽ നല്ലപോലെ മുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ടാവണം. ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ തന്നെ വീർത്ത് പൊന്തി വരും കേട്ടോ. അതുപോലെ ലൈറ്റ് ഒരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചിനോ അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.